നമസ്കാരം. ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട മെസ്സേജിംഗ് ആപ്പാണ് വാട്സപ്പ്. മെസ്സേജുകൾ പരസ്പരം അയക്കുക എന്ന ആശയത്തിൽ തുടങ്ങിയ വാട്സപ്പ് ഇപ്പോൾ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. വീഡിയോ കോൾ മുതൽ ഫയലുകൾ ഷെയർ ചെയ്യാനും അടക്കം UPI പേയ്മെന്റുകൾ വരെ ഇപ്പോൾ വാട്സപ്പിൽ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. നെറ്റ്വർക്ക് സൗകര്യമുണ്ടെങ്കിൽ ലോകത്തെ ഏത് കോണിൽ നിൽക്കുന്ന ആളുകളോടും വാട്സപ്പ് വഴി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സാധിക്കും. ഇടയ്ക്കിടെ പുത്തൻ ഫീച്ചറുകൾ കൊണ്ടുവരാനും വാട്സപ്പ് അധികൃതർ ശ്രദ്ധ ചെലുത്താറുണ്ട്. ചില്ലറ ഫീച്ചറുകൾ ആവില്ല ഉപയോക്താക്കളെ തേടിയെത്തുക. വമ്പൻ ഫീച്ചറുകൾ പുറത്തിറക്കി ഞെട്ടിക്കാനും വാട്സപ്പിന് തെല്ലും മടിയില്ല. ഈ പോക്കുപോയാൽ മറ്റുള്ള ആപ്പുകളെ വരെ കവച്ചു വെക്കാൻ ഒരു പക്ഷേ എളുപ്പത്തിൽ വാട്സപ്പിന് കഴിഞ്ഞേക്കും. ചാറ്റ് തീമുകൾ മാറ്റാനും ചാറ്റിന് പുതിയ വാൾപേപ്പർ തിരഞ്ഞെടുക്കാനുമുള്ള പുതിയ ഫീച്ചറാണ് ഒടുവിൽ വാട്സപ്പ് പുറത്തിറക്കിയത്. ഉപയോക്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവയെല്ലാം മാറ്റാനും കഴിയും. രസകരമായ രീതിയിൽ തീമുകൾ സൃഷ്ടിക്കാനും വാൾപേപ്പർ കൊണ്ടുവരാനും കഴിയും. വ്യത്യസ്ത ചാറ്റുകൾക്ക് വ്യത്യസ്ത വാൾപേപ്പറും വേണമെങ്കിൽ സെറ്റ് ചെയ്യാനാകും. എന്നാൽ ഈ തീമുകൾ ഉപയോക്താവിന് മാത്രമേ കാണാനും അനുഭവിക്കാനും കഴിയുകയുള്ളൂ. എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിനെ പോലെ രണ്ടു പേർക്കും കാണാൻ കഴിയില്ല എന്ന് സാരം. കൂടാതെ 30 വാൾപേപ്പറുകളും വാട്സപ്പ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഗാലറിയിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചിത്രങ്ങളും വാൾപേപ്പർ ആക്കാൻ സാധിക്കും. സെറ്റിംഗ്സിൽ ചാറ്റില് ഡീഫോൾട്ട് ചാറ്റ് തീം എന്ന ഓപ്ഷനിൽ ചെന്നാൽ ഇഷ്ടമുള്ള തീമുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ ചെന്ന് തീമുകൾ മാറ്റുന്നതോടെ ചാറ്റുകൾ കൂടുതൽ മനോഹരമാക്കാനും സാധിക്കും. ലോകത്തുള്ള എല്ലാ ഉപയോക്താവിനും ഈ ഫീച്ചർ ലഭ്യമാണ്. ഇനിയും ഈ ഫീച്ചർ ലഭിക്കാത്തവർ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി ഈ ഫീച്ചർ ലഭിക്കും. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ലിങ്കുകൾ ഇനി പ്രൊഫൈലിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന പുത്തൻ ഫീച്ചർ വാട്സപ്പിൽ ഉൾപ്പെടുത്തുമെന്ന് പുതിയ റിപ്പോർട്ടുകളും വന്നിരുന്നു. വൈകാതെ ഇത് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഐഫോണിനായുള്ള വാട്സപ്പിന്റെ ബീറ്റ പതിപ്പിൽ ഈ ഫീച്ചർ ഉൾപ്പെടുത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഈ ഫീച്ചർ യഥാർത്ഥമായാൽ ഉപയോക്താക്കൾക്ക് വാട്സപ്പിൽ നിന്ന് പുറത്തു പോകാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എത്താൻ സാധിക്കും. നേരത്തെ തന്നെ വാട്സാപ്പിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നു. എന്നാൽ ബിസിനസ് വാട്സാപ്പ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഈ ഫീച്ചർ ലഭ്യമായിരുന്നുള്ളൂ. ബില്ലുകൾ നേരിട്ട് അടയ്ക്കുന്നതിനുള്ള സൗകര്യം കൂടി വാട്സാപ്പിൽ ഉൾപ്പെടുത്തുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഫീച്ചർ യാഥാർത്ഥ്യമായാൽ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, മൊബൈൽ പ്രീപെയ്ഡ് റീചാർജ്, LPG ഗ്യാസ് ബില്ല്, ലാൻഡ് ലൈൻ പോസ്റ്റ് പെയ്ഡ് ബില്ല്, റെന്റ് പേയ്മെന്റ് എന്നിവയെല്ലാം വാട്സപ്പ് വഴി അടയ്ക്കാൻ സാധിക്കും. പുത്തൻ ഫീച്ചറുകൾ ഒരു മടിയും കൂടാതെ ഉൾപ്പെടുത്തുന്ന വാട്സപ്പ് അധികൃതർ അടുത്തതായി എന്ത് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല. ഓരോ നൂതന ഫീച്ചറുകൾക്ക് വേണ്ടി കട്ട കാത്തിരിപ്പിലാണ് ഉപയോക്താക്കളും. ചാറ്റുകൾ കൂടുതൽ ക്രിയാത്മകമാക്കാൻ വാട്സപ്പ് അധികൃതരും ശ്രദ്ധിക്കുന്നുണ്ട്. UPI ഇടപാട് കൂടി വാട്സപ്പിൽ അവതരിച്ചതോടെ ഇതര UPI ആപ്പുകളും വെട്ടിലായിട്ടുണ്ട്.